ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ദുർബലാഗോള സൂചനകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ തുടക്കം. നിഫ്റ്റി 22,050 സമീപം. സെൻസെക്സ് 250 പോയിന്റ് താഴ്ന്നു. സുപ്രധാന തീരുമാനങ്ങളെ തുടർന്ന് പേടിഎം ഓഹരികളിൽ 5% ഉണർവ്. പുതുക്കിയ ഇന്ധനവില പ്രാബല്യത്തിൽ. പെട്രോൾ വില ലിറ്ററിന് 105 രൂപ 66 പൈസയും ഡീസലിന് 94 രൂപ 64 പൈസയുമായി ലിറ്ററിന് 2 രൂപ കുറച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പേടിഎമ്മിന് ആശ്വാസം. ആപ്പ് വഴി UPI സേവനങ്ങൾ തുടരാം. തേർഡ് പാർട്ടി ആപ്പ് ലൈസൻസ് അനുവദിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പേടിഎം ബാങ്ക് പ്രവർത്തനരഹിതമായാലും ഉപഭോക്താക്കൾക്ക് UPI സേവനങ്ങൾ ലഭ്യമാകും. പേടിഎം ബാങ്കിന് RBI അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. വളർച്ചയുടെ പാതയിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ. 2030ഓടെ 1 ട്രില്യൺ മൂലധനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കായി നൽകും. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച $7 ട്രില്യൺ ആകുമെന്നും റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ഫിൻടെക് മേഖലയ്ക്ക് ഉത്തേജന പാക്കേജുമായി കേന്ദ്രം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി $23 മില്യൺ കരാറിൽ ഒപ്പുവെച്ചു. ഫിൻടെക്, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയ്ക്ക് മുൻഗണന. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു കനത്ത നഷ്ടത്തിന് ശേഷം നേട്ടത്തിലാണ് ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചത്. എന്നാൽ US മൊത്ത പണപ്പെരുപ്പത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർധനവ് കാരണം US ഏഷ്യൻ വിപണികളിൽ ഒരു ദുർബലത അനുഭവപ്പെട്ടു. ആ ഒരു ദുർബലത ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നേരിയൊരു നഷ്ടത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സൂചികയായ നിഫ്റ്റിയിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത് 22,051 പോയിന്റിലാണ്. അതായത് 95 പോയിന്റ് ഇടിവിൽ 22,051 പോയിന്റിലാണ്. ഇന്ന് ഓപ്പൺ ചെയ്തത് 22,064 എന്ന പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റിയിൽ വ്യാപാരം ആരംഭിച്ചത്. പക്ഷേ നിലവിൽ 22,051 എന്ന പോയിന്റിലാണ് പോകുന്നത്. ഒരു നെഗറ്റീവ് മോഡലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റിയുടെ എല്ലാ സൂചികളിലും ഒരു റെഡ് സിഗ്നൽ പ്രകടമാണ്. നേരിയൊരു കനത്ത അല്ലെങ്കിൽ ഒരു നേരിയൊരു ഇടിവ് പ്രകടമാണ്. നിഫ്റ്റി ബാങ്കിലെ 154 പോയിന്റ് ഇടിവിൽ 46,635 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്കിലും ഇപ്പോൾ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു 83 പോയിന്റിന്റെ ഒരു ഇടിവ് പ്രകടമാവുമെന്ന് തന്നെ പറയാം. ഇന്നൊരു വിൽപ്പന സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഇന്നൊരു ചെറിയൊരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ 289 പോയിന്റ് ഇടിവിൽ 72,808 പോയിന്റിലാണ് സെൻസെക്സിലും നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നലെയും രാവിലെ തന്നെ ഒരു ഓപ്പണിംഗും അതിനുശേഷം ഇൻട്രാഡേയിലും ഒക്കെ തന്നെ ഒരു ചെറിയൊരു വിൽപ്പന സമ്മർദ്ദം പ്രകടമായെങ്കിലും ഇന്നലെ മാർക്കറ്റ് അവസാനിപ്പിച്ചപ്പോൾ നേരിയൊരു നേട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇന്നും വരും മണിക്കൂറിലൊക്കെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിക്ഷേപകർ ഓഹരി വിപണിയെ പിന്തുണയ്ക്കും എന്നൊക്കെ തന്നെ ഒരു പ്രതീക്ഷ വയ്ക്കാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന നേട്ടത്തെയൊക്കെ പിന്തള്ളി നിലവിലൊരു നേരിയ നഷ്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ആഗോള സൂചനകളൊക്കെ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇന്ന് വിപണിയെ സ്വാധീനിച്ചിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് സൂര്യശ്രീ. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്ലോബലായിട്ടുള്ള ന്യൂസ് ഫ്ലോസും ഗ്ലോബൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു സിറ്റുവേഷൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഡൊമസ്റ്റിക് ന്യൂസ് ഉണ്ട്. അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 2 രൂപ കണ്ട് ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന് ഇതൊരു നല്ല ന്യൂസ് ആണെങ്കിലും കമ്പനികൾക്ക്, അത് പെട്രോൾ മാർക്കറ്റിംഗ് കമ്പനികൾ HPCL, BPCL, IOC പോലെയുള്ളവർക്കൊക്കെ ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. അതുകൊണ്ട് ആ ഓഹരികളൊക്കെ വളരെ ശക്തമായിട്ട് മാർക്കറ്റിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലും PSUവിലും ഉള്ള സെൽ ഓഫ്, പിന്നെ മറ്റു ചില ന്യൂസുകൾ, അതായത് സ്ട്രെസ് ടെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ളത് അതിന്റെ റിസൾട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ, അങ്ങനെ വളരെയേറെ ന്യൂസുകൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 100 പോയിന്റോളം ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നതിന് ഒരു നെഗറ്റീവ് ബയസിൽ അടുത്ത 2-3 ദിവസം ട്രേഡ് ചെയ്യാനുള്ള ചാൻസ്, വലിയ തോതിലുള്ള ഫോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. 21,800 എന്നുള്ള ഒരു നിഫ്റ്റി സ്പോട്ടിന്റെ സപ്പോർട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പറയുന്നത്. അതിന് ഇവിടുന്ന് ഒരു 200 പോയിന്റ് താഴേക്കാണ്. അത് ഇന്ന് വരുമെന്നല്ല, അടുത്ത ദിവസങ്ങളിലായിട്ട് ആ ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തേക്ക് താഴെ പോകത്തില്ല. നെഗറ്റീവ് ബയസാണ് മാർക്കറ്റ്. നന്ദി ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. ഏതായാലും വിപണി കറക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ അതോ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചു വരുമെന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. കൂടുതൽ വിപണി വാർത്തകളുമായി ഉച്ചയ്ക്ക് 1:45 കാണാം. ഇനി ഇടവേളയ്ക്ക് ശേഷം വെരി ഗുഡ് മോർണിംഗ് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS
wealth management and non-banking finance.